നമ്മൾ ഇന്ത്യക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ് ഏതാണ്? എന്താ സംശയം? ഗോൾഡ് എന്ന് തന്നെ ആയിരിക്കും എല്ലാവരുടെയും ഉത്തരം. ഗോൾഡ് ഇപ്പോൾ അതിന്റെ എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുകയാണ്. 10 ഗ്രാമിന് 60,000 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ സ്വർണ്ണവില. നിങ്ങളുടെ കയ്യിൽ സ്വർണം ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും. ഇനി ഞാൻ മറ്റൊരു കണക്ക് കൂടി പറയാം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്വർണ്ണവില ഉയർന്നത് 13.71%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്വർണ്ണവില ഉയർന്നത് 4.7%. മാത്രമല്ല ഗോൾഡ് ഇക്വിറ്റി അസറ്റ് ക്ലാസിനെയും മറികടന്നിരിക്കുകയാണ്. അതും 1-2% ഒന്നുമല്ല, വലിയൊരു മാർജിനിൽ തന്നെ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി 50 കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നൽകിയ റിട്ടേൺസ് -1.24% ആണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നൽകിയ റിട്ടേൺസ് -3.99% ആണ്. ഇതിപ്പോ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം എടുത്താലും 15 വർഷം എടുത്താലും നിഫ്റ്റിയേക്കാൾ മെച്ചപ്പെട്ട CAGR ഗോൾഡ് നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അസറ്റ് അലോക്കേഷനും ഡൈവേഴ്സിഫിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവെസ്റ്റിംഗിൽ എന്നും അതിൽ ഗോൾഡിനും ഒരു പാർട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടിയിരിക്കുന്നു എന്നും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി എന്തുകൊണ്ടാണ് ഗോൾഡിന്റെ ഈ മുന്നേറ്റത്തിന് പിന്നിലുള്ള കാരണം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഗോൾഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഓരോ ദിവസവും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എപ്പോഴൊക്കെയാണോ ഇൻഫ്ലേഷൻ ഉയരുന്നത് അപ്പോഴൊക്കെയും സ്വർണ്ണ വിലയും ഉയരും എന്ന്. അതുകൊണ്ട് തന്നെ ആളുകൾ പറയാറുണ്ട് ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യാൻ, തടയിടാൻ ഗോൾഡിന് സാധിക്കുമെന്ന്. പക്ഷേ ഓർക്കുക, ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ആശങ്ക കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പക്ഷേ ഈ കുത്തനെ ഉയരുന്ന ഇൻഫ്ലേഷൻ ഗോൾഡ് വിലയിൽ കാര്യമായിട്ടുള്ള വർധനവ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. മാർച്ച് 2022 മുതൽ നവംബർ 2022 വരെയുള്ള 8 മാസം കൊണ്ട് സ്വർണ്ണവില വെറും 2.88% ഉയർന്നിട്ടുള്ളൂ. ഇതിന് പിന്നിലുള്ള കാരണം സെൻട്രൽ ബാങ്കുകൾ വളരെ അഗ്രസീവായിട്ട് പലിശ നിരക്ക് കൂട്ടിയതാണ്. ഗോൾഡ് പ്രൈസും പലിശ നിരക്കും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. പലിശ നിരക്ക് കൂടുമ്പോൾ സ്വർണ്ണവില സാധാരണ കുറയും. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് വഴിയേ പറയാം. അങ്ങനെ ഗോൾഡിനെ സംബന്ധിച്ച് വളരെ സ്മൂത്ത് ആയിട്ട് മാറേണ്ടിയിരുന്ന മാക്രോ എക്കണോമിക് എൻവയോൺമെന്റ് പലിശ നിരക്ക് വർധനവ് കാരണം സ്വർണ്ണത്തിന് നല്ല പണി കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ എന്തായാലും ഇപ്പോൾ 2023 കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതെന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. One of the world's biggest banks, Credit Suisse, has become the latest casualty of the banking crisis. ഒന്നിനു പുറകെ ഒന്നായിട്ട് അമേരിക്കയിലും യൂറോപ്പിലും പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ വളരെ അനിശ്ചിതാവസ്ഥ നിറഞ്ഞ ബാങ്കിങ് ക്രൈസിസ് നിലനിൽക്കുന്ന മാക്രോ എക്കണോമിക് കണ്ടീഷൻസിനിടയിൽ എത്ര കാലം സ്വർണ്ണത്തിന് ഇങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാതിരിക്കാനാകും? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗോൾഡ് ഒരു സേഫ് ഹെവൻ അസറ്റാണ്, ഹെഡ്ജാണ്. എന്തുകൊണ്ടാണത്? സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വർദ്ധിച്ച മാർക്കറ്റ് വോളറ്റിലിറ്റിയോ ഇൻഫ്ലേഷനോ ഉണ്ടാകുമ്പോൾ സ്വർണ്ണത്തിന്റെ വില മാത്രം ഒന്നെങ്കിൽ വലിയ മാറ്റമില്ലാതെ തുടരുകയോ ചിലപ്പോൾ വർദ്ധിക്കുകയോ ചെയ്യും. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ അൺസർട്ടൈനിറ്റിയും വോളറ്റിലിറ്റിയും ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സമ്പാദ്യം സംരക്ഷിക്കാൻ വേണ്ടി സ്വർണം വാങ്ങാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണ്? സ്വർണത്തിന്റെ മൂല്യം ഗ്ലോബലി ആക്സെപ്റ്റഡ് ആണ്, അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളുടെയും ബോണ്ടുകളുടെയും കറൻസികളുടെയും ഒക്കെ മൂല്യം തകർന്നേക്കാം, പക്ഷേ സ്വർണ്ണത്തിളക്കത്തിന്റെ മൂല്യം കാലങ്ങളോളം നിലനിൽക്കും എന്നാണ് ആളുകൾക്കിടയിലുള്ള ഒരു വിശ്വാസം. ഇപ്പോൾ കഴിഞ്ഞ വർഷം റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ സ്വർണ്ണവിലയിൽ ഒരു കുതിപ്പുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ മങ്ങി തുടങ്ങുകയും ലോകത്തൊട്ടാകെയുള്ള സെൻട്രൽ ബാങ്കുകളെല്ലാം ഇൻഫ്ലേഷൻ എന്ന പൊതു ശത്രുവിനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ തിരക്കിലാവുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി പ്രധാന എക്കോണമികളുടെ എല്ലാം സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, ഒരൊറ്റ വർഷം കൊണ്ട് പ്രധാന സെൻട്രൽ ബാങ്കുകൾ എല്ലാം കൂടെ ഉയർത്തിയ പലിശ നിരക്ക് എന്ന് പറയുന്നത് 1000 ബേസിസ് പോയിന്റിൽ കൂടുതലാണ്. ഈ കണക്കിലിപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളുടെയും എണ്ണം കണക്കിലെടുത്തിട്ടില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കണം. പലിശ നിരക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലിശ നിരക്ക് ബാധകമല്ലാത്ത ഗോൾഡ് പോലെയുള്ള അസറ്റുകളിലും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എന്താണ് ആ ഇമ്പാക്റ്റ്? പലിശ നിരക്കും സ്വർണ്ണവിലയും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് എപ്പോഴാണോ പലിശ നിരക്ക് കൂടുന്നത് അപ്പോൾ നിക്ഷേപകർ ഗോൾഡിലുള്ള അവരുടെ പണം പിൻവലിച്ച് റിസ്ക് കുറക്കാനും പലിശ ഇനത്തിൽ ഒരു സ്ഥിര വരുമാനം കിട്ടാനും വേണ്ടി ഗവൺമെന്റ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഗവൺമെന്റ് ബോണ്ടുകൾ സാധാരണ രീതിയിൽ റിസ്ക് ഫ്രീ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിൽ എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടാകുമല്ലോ, ട്രസ്റ്റ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് റിസ്ക് ഫ്രീ ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന പലിശ നിരക്ക് നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഗോൾഡിനുള്ള ഡിമാൻഡ്
കുറയും, അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വിലയും കുറയാൻ തുടങ്ങും. ഇതാണ് പലിശ നിരക്കും ഗോൾഡ് പ്രൈസും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില ഉയരേണ്ടതാണ്, പക്ഷേ പലിശ നിരക്ക് കൂടുമ്പോൾ സ്വർണ്ണവില കുറയുകയാണ് സാധാരണ സംഭവിക്കുക. ഇതേപോലെ ഇതിൻ്റെ റിവേഴ്സും സംഭവിക്കാം. അതായത് പലിശ നിരക്ക് താഴോട്ട് വരുമ്പോൾ സ്വർണ്ണവില ഉയരാൻ തുടങ്ങും. അപ്പോൾ ആളുകൾ ബോണ്ടുകളിൽ നിന്നും പണം പിൻവലിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്കുകളിലും റിയൽ എസ്റ്റേറ്റുകളിലും ഗോൾഡുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ടാണ് ഇത്. ഇനി നമുക്ക് ഗോൾഡും ഡോളറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു വർഷം ഡോളർ ശക്തി പ്രാപിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. രൂപയ്ക്കെതിരായിട്ട് മാത്രമല്ല, ബാക്കി എല്ലാ കറൻസികൾക്കും എതിരായിട്ട് തന്നെ. രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ ഡോളറിന്റെ മുന്നേറ്റം US സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലിശ നിരക്ക് ഉയരുമ്പോൾ US ഡോളർ മുകളിലേക്ക് പോകാൻ തുടങ്ങും, ബോണ്ട് ഈൽഡ് ഉയരും, സ്വർണ്ണവില താഴും. അതായത് US ഡോളറും ഗോൾഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ വളരെ അടുത്തുണ്ടായിട്ടുള്ള ബാങ്ക് ക്രൈസിസ് US ഫെഡിന്റെ വേരിയബിൾസ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുമില്ല അവിടെയില്ല എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ അവർ പലിശ നിരക്ക് കൂട്ടുന്നതിന്റെ ഇന്റൻസിറ്റി കുറക്കും എന്നാണ് കരുതാവുന്നത്. അതേസമയം യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകൾ സാധാരണ പോലെ തന്നെ പലിശ നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷൻ കൊണ്ട് ഡോളർ ഇൻഡെക്സ് കുത്തനെ ഒരു താഴ്ചയിലേക്ക് പോയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഈ ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് യൂറോ, ജാപ്പനീസ് യെൻ, പൗണ്ട് സ്റ്റെർലിംഗ്, കനേഡിയൻ ഡോളർ, സ്വീഡിഷ് ക്രോണ ആൻഡ് സ്വിസ് ഫ്രാങ്ക് എന്നിവയ്ക്കെതിരായിട്ട് US ഡോളറിന്റെ വാല്യൂ കണക്കാക്കുന്ന ഇൻഡെക്സ് ആണ്. ഡോളർ ഇൻഡെക്സ് മുകളിലേക്കാണെങ്കിൽ അത് കാണിക്കുന്നത് US ഡോളർ സ്ട്രോങ് ആണെന്നാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ചുമാണ് എന്നാണ്. ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് താഴോട്ടാണ്, അപ്പോൾ ഡോളറിന്റെ സ്ട്രെങ്ത് കുറവാണ്, അപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് കൂടും. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് മാർച്ച് 22, 2023 US ഫെഡ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ജെറോമി പവൽ 25 BPS എന്ന നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് വളരെ ചെറിയ ഒരു നിരക്ക് വർധനവാണ്. ഇത് സംഭവിച്ച ഉടനെ തന്നെ ഡോളർ ഇൻഡെക്സ് വീണ്ടും താഴേക്കാണ് പോയത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നറിയോ? ഈ ന്യൂസ് കേട്ടൊന്നും പല ആളുകളും വളരെ ഷാർപ്പായിട്ട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. US ഡോളറിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഗോൾഡ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് $1950 പെർ ഔൺസ് എന്നതിൽ നിന്നും $1962 പെർ ഔൺസ് എന്നതിലേക്ക് കുതിച്ചു. അപ്പോൾ സ്വർണ്ണവില ഉയരുന്നതിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, വെസ്റ്റേൺ രാജ്യങ്ങളിലെ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധി, റഷ്യ-ഉക്രൈൻ യുദ്ധം, ഇൻഫ്ലേഷൻ എന്നിവ കാരണമുള്ള സാമ്പത്തിക അസ്ഥിരത. രണ്ട്, പ്രതിസന്ധി നേരിടാൻ വേണ്ടി സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ തന്നെ ലിക്വിഡിറ്റി ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് തന്നെ പലിശ നിരക്കിന്റെ വേഗത കുറയുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നു. ഇത് രണ്ടുമാണ് ഈ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെതിരെയുള്ള ഒരു ഹെഡ്ജ് എന്ന നിലയ്ക്കും ഒരു സേഫ് ഹെവൻ എന്ന നിലയ്ക്കും സ്വർണ്ണവില മുകളിലേക്ക് പോകുന്നു. പൈൻ ട്രീ മാക്രോ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാക്രോ എക്സ്പേർട്ട് ആയിട്ടുള്ള റിതേഷ് ജെയിൻ 2022 നവംബറിൽ പറയുകയുണ്ടായി, ഉയർന്ന ഇൻഫ്ലേഷനും തൊഴിലില്ലായ്മയും സ്വർണ്ണത്തെ ഒരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുകയാണ് എന്ന്. ഒപ്പം സ്വർണ്ണവില അടുത്ത 2-3 വർഷം കൊണ്ട് $2400 പെർ ഔൺസ് എന്ന നിലയിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മാക്രോ എക്കോണമിക് ഇഷ്യൂസും ഇൻഫ്ലേഷനും ആഗോളതലത്തിൽ മെച്ചപ്പെടുന്നത് വരെ സ്വർണ്ണവില ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു വിശാലാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ലോങ് ടേമിലേക്ക് സ്വർണ്ണത്തിന് അനുകൂലമായിട്ടുള്ളൊരു മൂവ്മെന്റ് ഇപ്പോൾ ഉണ്ട്. അതിനെ വിളിക്കുന്നത് ദി ഡീ ഡോളറൈസേഷൻ മൂവ്മെന്റ് എന്നാണ്. അതെ, ലോകം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നിങ്ങനെ രണ്ട് ധ്രുവങ്ങളിലേക്ക് വിഘടിക്കുന്നത് പ്രകടമായിരിക്കുകയാണ്. കൂടാതെ ഒരു ട്രേഡ് കറൻസി എന്ന നിലക്കുള്ള US ഡോളറുള്ള വിശ്വാസം കുറഞ്ഞു വരികയുമാണ്. റഷ്യ-ഉക്രൈൻ യുദ്ധവും റഷ്യക്ക് മുകളിൽ ചുമത്തിയിട്ടുള്ള സാങ്ഷനുകളും ഈ അടുത്തുണ്ടായ US ബാങ്ക് തകർച്ചകളും എല്ലാം കൂടെ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാന എക്കോണമികളും രാജ്യങ്ങൾക്കിടയിലെ ട്രേഡിന് വേണ്ടി ഇപ്പോൾ ഡോളറിന് ഒരു പകരക്കാരനെ അന്വേഷിക്കുകയാണ്, ഡോളറിനെ ആശ്രയിക്കുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്. 2 വർഷം മുൻപുള്ള ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. Well, Russia has suggested that BRICS countries should drop the US dollar in favor of national currencies when trading between the bloc. The group of 5 emerging economies includes Brazil, Russia, India, China as well as South Africa. അതുകൊണ്ട് ലോകമൊട്ടാകെയുള്ള സെൻട്രൽ ബാങ്കുകൾ 2022 റെക്കോർഡ് ഗോൾഡ് പർച്ചേസ് ആണ് നടത്തിയത്. പിന്നെ ജസ്റ്റ് 6 മാസം മുൻപ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു, ബ്രിക്സ് രാജ്യങ്ങൾ ഈ അടുത്ത് തന്നെ അവരുടെ സ്വന്തം കറൻസി ഇറക്കിയേക്കാമെന്ന്. ഇതെല്ലാം തന്നെ ഡോളറിന്റെ ശക്തി കുറക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം ക്ലിയർ ആണ്, ഡീ ഡോളറൈസേഷൻ കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയാണ്. ഇതിന്റെ ഫലമായിട്ട് സ്വർണ്ണത്തിനുള്ള ഡിമാൻഡ് ലോങ് ടേമിലേക്ക് കൂടി തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയും കേട്ട് സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ മാർക്കറ്റിലേക്ക് ഓടണ്ട.
ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിനേക്കാൾ സ്മാർട്ടായിട്ടുള്ള പല വഴികളുമുണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ് ETFs ഓർ സോവറൈൻ ഗോൾഡ് ബോണ്ട്സ് എന്നിവയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സേഫ്റ്റി, റെഗുലർ ഇൻട്രസ്റ്റ് ഇൻകം ആൻഡ് ടാക്സ് ബെനിഫിറ്റ്സ് എന്നീ ഫാക്ടേഴ്സിലൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ എല്ലാ എക്സ്പേർട്ടുകളും റെക്കമെൻഡ് ചെയ്യുന്നത് സോവറൈൻ ഗോൾഡ് ബോണ്ട്സ് ആണ്. അപ്പോൾ എന്താണ് ഈ സോവറൈൻ ഗോൾഡ് ബോണ്ട്സ്? ഇവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളുടെ കയ്യിലോ സ്വർണ്ണമുണ്ടെങ്കിൽ ഹാപ്പി ആയിരുന്നോളൂ. ലോങ് ടേമിലേക്ക് അതൊരു നല്ല സൂചനയാണ്. ഈ ഡോളറൈസേഷനെ കുറിച്ചുകൂടി കൂടുതൽ അറിയണം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാവുന്നതാണ്. അപ്പോൾ സ്വർണ്ണത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.